ഫ്രണ്ട്സ്, എല്ലാവർക്കും മൾബറി ബുട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്തെടുത്തേക്കുന്ന കുർത്തിയാണ്. അതിന് മുൻപ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ മൊഡാലിന്റെ കുറച്ച് ദുപ്പട്ടാസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പീസായിട്ട് കൊടുത്തല്ലോ. ഒരു ദുപ്പട്ട നെടുകെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തല്ലോ. ഒത്തിരി പേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കുറേ പേര് എടുത്തിട്ടുണ്ട്. ഞാനത് ആ കട്ട് ചെയ്ത പീസ് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പൊ എത്രമാത്രം ലെങ്ത്തും വിട്ടും കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇനിയും നമ്മളുടെ ഒരു കുറേ ദുപ്പട്ടാസ് ഉണ്ട്. അപ്പൊ ഞാൻ അതും ഇങ്ങനെ രണ്ടാക്കി തരാമെന്നാണ് വിചാരിക്കുന്നത്. അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. പറ്റുമെങ്കിൽ ഇന്നത്തേൽ ഞാൻ കുറച്ച് കാണിക്കാം, ഇല്ലെങ്കിൽ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്തോളുക. അല്ലാതെ താഴെ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ആയിട്ടൊന്നും പറയരുത് കേട്ടോ. കാരണം നമ്മുടെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളായിട്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ കൂടെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ, അതായത് 90%, 99% തമ്മിൽ കാണുന്നില്ല, നമ്മൾ തമ്മിൽ കാണുന്നില്ല, പ്രൊഡക്റ്റുകൾ തൊട്ട് നോക്കി ഫീൽ ചെയ്യുന്നില്ല, എല്ലാം ഈ ഒള്ളി വീഡിയോ ത്രൂ ആണ്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ പുതുതായിട്ട് ചാനലിലേക്ക് വരുന്ന കുറെ പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇതിന്റെ ഇടയ്ക്ക് വന്ന് കയറുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. കുറെ ബാക്കോട്ടൊക്കെ പോയി നോക്കുമ്പോഴും ഏതൊക്കെ ടൈപ്പാണ് ചെയ്യുന്നത്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇവിടുത്തെ കുർത്തികൾ എന്നൊന്നും അവർക്ക് അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ചെയ്യുന്നത്, ഇവിടെ തന്നെ ചെയ്തെടുക്കുന്ന കുർത്തികളാണ് അധികവും ചെയ്യുന്നത്. പക്ഷെ ഔട്ട്സോഴ്സ് ചെയ്ത കുർത്തികളും നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇവിടുത്തെ സ്വന്തം പ്രൊഡക്ഷനാണ്. എനിക്കൊരു ചെറിയ യൂണിറ്റ് ഉണ്ട്. ഇവിടെ ചെയ്തെടുക്കുന്ന കുർത്തികളാണ് അധികം നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത് അധികം കോട്ടൺ തന്നെയാണ്. കലങ്കാരി, ഇക്കത്ത്, അജ്രക്ക്, അതുപോലെ ഇപ്പം മൊഡാല്, ഇങ്ങനെയുള്ള ഈ നാച്ചുറൽ ഡൈസ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നേക്കുന്ന ഫാബ്രിക്കുകൾ, അതൊക്കെയാണ് നമ്മൾ അധികം ഇവിടെ ചെയ്യുന്നത്. ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് കുർത്തികളാണ് ഞാൻ അധികം വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. എനിക്കിപ്പോൾ റെഡിമെയ്ഡ് കുർത്തികൾ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഇഷ്ടം പോലെ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്കെന്തോ റെഡിമെയ്ഡ് കുർത്തികൾ ഇടുമ്പോൾ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. എനിക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ പിന്നെ എത്ര വില കുറഞ്ഞത് കിട്ടിയാലും വില കൂടിയത് കിട്ടിയാലും എനിക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് എൻ്റെ ബോഡിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല, എനിക്കത് ഇട്ടാലും ഒട്ടും കംഫർട്ടബിൾ അല്ല ഞാൻ. അപ്പം എനിക്ക് എപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന കുർത്തികളാണ് എനിക്കത് ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ്. അത് ഞാൻ പണ്ട് പഠിക്കുന്ന കാലം മുതലേ എനിക്ക് അങ്ങനെയാണ്. ഞാൻ അങ്ങനെയാണ് അധികം ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോഴും എനിക്കത് തന്നെയാണ്. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത് അങ്ങനത്തെ കുർത്തികൾ ഇടുമ്പോഴാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ഈ വീഡിയോയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി നിൽക്കുന്നത്, അതെനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ബാക്ക് പെയിൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒന്ന് മാറ്റി ചവിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബാഡ് ഫീൽ തോന്നരുത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കുർത്തിയിലേക്ക് തിരിച്ചു വരാം. ഞാനിവിടെ ചെയ്യുന്ന കുർത്തികൾ ഞാൻ പറഞ്ഞല്ലോ, പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി സാധാരണക്കാരെ കൂടെ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് കുർത്തികൾ ചെയ്യൂ, എക്സ്പെൻസീവ് ആണ് എന്ന് പറഞ്ഞേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആൻസറാണ് ഞാൻ ഇന്ന് പറയുന്നത്. അങ്ങനെ വലിയൊരു എക്സ്പെൻസീവ് കുർത്തികളൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന കുർത്തികൾ വാങ്ങി വിൽക്കുവാണെങ്കിൽ എനിക്കതിൽ യാതൊരു ടെൻഷനും ഇല്ല. കാരണം എല്ലാം ചെയ്ത് ഹാൻഡ് വർക്കും ചെയ്ത് ലൈനിങ് ഒക്കെ ഇട്ട് നല്ല തേച്ച് മടക്കി നല്ല കുർത്തികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനത് വാങ്ങുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടം, എന്താ പറഞ്ഞ, ഞാൻ ഇഷ്ടപ്പെട്ട് ഒരു ഫാബ്രിക് എടുത്തിട്ട് അതിലേക്ക് പിന്നെയും ഞാൻ പൈസ മുടക്കി, അതായത് നൂല്, ലൈനിങ്, ഹാൻഡ് വർക്ക്, ഇതൊക്കെ ചെയ്യാനുള്ള വർക്കേഴ്സിന്റെ കൂലി, ഇതെല്ലാം കൊടുത്താണ് ഞാൻ പിന്നെ ഒരു എൻ്റെ ഇഷ്ടത്തിലുള്ള കുർത്തിയായിട്ട് ഞാനത് ഉണ്ടാക്കി എടുപ്പിക്കുന്നത്. എന്നിട്ടാണ് ഞാനത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഔട്ട്സോഴ്സ് ചെയ്ത് വരുന്ന കുർത്തികളുടെ ആ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുർത്തികൾ എനിക്ക് ആ റേറ്റിൽ എൻ്റെ കോസ്റ്റ് പോലും ഒക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ മെയിൻ കാരണം. പിന്നെ അതിന് രണ്ടാമത്തെ ഒരു കാരണം, എൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. ഞാൻ വളരെ ചെറിയ രീതിയിൽ എൻ്റെ ഫ്രീ ടൈം ബിസിനസ് ആക്കി അതിലേക്ക് ഇറങ്ങി വന്ന ഒരാളാണ്. ഇപ്പോൾ അത്യാവശ്യം എനിക്ക് തിരക്കൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മക്കൾ വലുതായി കഴിഞ്ഞപ്പോൾ ഇരുന്ന് ബോറടിച്ചപ്പോൾ എൻ്റെ ഇഷ്ടം ഞാൻ ചെയ്ത ഒരാളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട് അത്. അല്ലാതെ എനിക്ക് വേറെ യാതൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉള്ള ഒരാളല്ല. അപ്പൊ എൻ്റെ ഇഷ്ടം ഞാൻ ചെയ്ത് അങ്ങനെ ഇപ്പൊ ഞാൻ ബിസി ആകാൻ ആഗ്രഹിച്ച് ദൈവം സഹായിച്ച് ഞാൻ ബിസിയാണ്. ഇപ്പൊ ഞാൻ ഫുൾ ടൈം ഇതിൽ തന്നെയാണ്. പക്ഷെ എൻ്റെ പ്രൊഡക്ഷൻ ഒത്തിരി ഒന്നുമില്ല. കാരണം എനിക്ക് മാനേജ് ചെയ്യാവുന്ന എൻ്റെ ലിമിറ്റ്സിന്റെ അകത്ത് വെച്ച് തന്നെയാണ് ഇപ്പോഴും ഞാൻ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാനൊരു ഹൗസ് വൈഫാണ്. എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബിസിനസ്. അപ്പോൾ ആ ഒരു ലിമിറ്റിന്റെ അകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് എൻ്റെ പ്രൊഡക്ഷനൊക്കെ ഒന്നും ഒത്തിരി കൂട്ടാത്തത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോഴും പ്രൊഡക്ഷനുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം,
ഏറ്റവും നല്ല പ്രൊഡക്റ്റ്. എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ല, എനിക്ക് ഈ കോമ്പിനേഷനും പാറ്റേണൊക്കെ പറഞ്ഞു കൊടുക്കാനേ അറിയത്തുള്ളൂ. ഞാനൊരു ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഒരാളൊന്നുമല്ല, എനിക്ക് ഇവിടെ ഒരു ഡിസൈനറും ഇല്ല. പക്ഷെ നിങ്ങൾ രണ്ട് കൈ നീട്ടി എൻ്റെ പാറ്റേണും എൻ്റെ കോമ്പിനേഷനും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ കുർത്തികൾ ഇഷ്ടപ്പെടുന്ന കുറേ പേര് എൻ്റെ കൂടെ ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് തന്നെയാണ്. ഒത്തിരി പേര് എന്നോട് ഇങ്ങനെ പറയാറുണ്ട് മെസ്സേജൊക്കെ ആയിട്ട്, ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ചേച്ചിയുടെ കുർത്തി ഇടാനാണ്. ഡെയിലി അലമാരി തുറക്കുമ്പം മൾബറിയിലെ കുർത്തി ഇട്ട് കഴിയുമ്പോൾ പ്രത്യേക കോൺഫിഡൻസ് ആണ് എന്ന് പറയാറുണ്ട്. അതുപോലെ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലോ, അതും ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ കുർത്തി ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഈ സ്റ്റിച്ചിങ് കൊള്ളാലോ, പാറ്റേൺ കൊള്ളാലോ, അത് എവിടെ നിന്നാണ് എടുത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ചേച്ചിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവർ കോൺടാക്ട് ചെയ്യും കേട്ടോ എന്നൊക്കെ പലരും പറയാറുണ്ട്. അങ്ങനെയും അതും സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ എത്രമാത്രം കുർത്തികൾ സെയിൽ ചെയ്തു, പക്ഷെ ഇപ്പോഴും ഇവിടുന്ന് ഒരു കുർത്തി നിങ്ങൾക്ക് അയച്ചു തന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ആങ്സൈറ്റിയോടെ ഇവിടെ ഇരിക്കുന്നത്. ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ആയിക്കോട്ടെ, അത് കേൾക്കുമ്പോൾ വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അത് നിങ്ങൾക്ക് തോന്നിയൊരു ഫീൽ നിങ്ങൾ പറയും, അത് കേൾക്കാൻ വേണ്ടി തന്നെ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പം അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാം നല്ല മെസ്സേജുകൾ തന്നെയാണ്. നിങ്ങൾ പറയുന്ന സൈസ് കറക്റ്റ് അല്ലെങ്കിൽ മാത്രമാണ് ഇതേവരെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ പറയുന്ന സൈസ് കറക്റ്റ് ആണെങ്കിൽ ബാക്കി ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ എൻ്റെ പ്രൊഡക്റ്റ് മാത്രമേ ഏറ്റവും നല്ലതെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഏറ്റവും നല്ലത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, പെർഫെക്ഷൻ എനിക്ക് നിർബന്ധമാണ്. അതിപ്പോൾ എത്ര വന്നാലും ഞാൻ അഴിപ്പിക്കുക തന്നെ ചെയ്യും. ഏറ്റവും നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കത് മോശം തോന്നി ഞാൻ അഴിപ്പിക്കും. അത് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് അവർ പറയാറുണ്ട്, തുണി ഇങ്ങനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്താൽ ഈ സ്ലീവ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തുണി സേവ് ചെയ്യാം, അതായത് തുണി കുറച്ച് എടുത്താൽ മതിയെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ, നമ്മൾ ആ ഫാബ്രിക്കിന് അതിൻ്റെ ആ സ്വാഭാവികമായ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടാലാണ് നമുക്ക് ഇടുമ്പോൾ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. സ്ലീവ്സ് ക്രോസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ആ കുർത്തി ഇടുമ്പോൾ ഒരു സുഖമില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് തുണി സേവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പണി ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അത്രമാത്രം ഫാബ്രിക്സ് ഇട്ട് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ തുണി സേവ് ചെയ്തിട്ട് എനിക്ക് ലാഭം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും അതിൽ ചെയ്യരുത്. ആവശ്യത്തിന് ക്ലോത്ത് ഇട്ടിട്ട്, ആവശ്യത്തിന് ലെങ്ത് ഇട്ടിട്ട്, ആവശ്യത്തിന് അതിനകത്ത് മാർജിന് ഇട്ടിട്ട്, അതായത് നമ്മൾ അധികം ചെയ്യുന്ന കോട്ടൺ ഫാബ്രിക്കുകളാണല്ലോ. അപ്പോൾ ഇതൊരു വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ലേഡീസിൻ്റെ ഒക്കെ, എൻ്റെയൊക്കെ ഏജ് ഉള്ളവരാണ് അധികം എൻ്റെ കസ്റ്റമേഴ്സ്. നമ്മുടെ ബോഡി മെഷർമെൻറ്റുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണിപ്പോൾ. അപ്പം ഇന്നത്തെ അളവായിരിക്കില്ല ചിലപ്പോൾ നാളെ നമുക്ക്. അപ്പോൾ എന്തായാലും അളവിൽ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പം നമ്മുടെ ഒരു കുർത്തി വാങ്ങിയിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വെറുതെ അലമാരിൽ ഇരുന്ന് പോകുന്നതിനോട് എനിക്ക് വളരെ വിഷമാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് ആരും അങ്ങനെ ബുദ്ധിമുട്ടെടുത്ത് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ചെയ്തു തരുന്ന കുർത്തികളിലെല്ലാത്തിലും മാർജിനിട്ട് ഞാൻ ചെയ്യുന്നത്. ഇനി പിന്നെ ലാസ്റ്റ് ചെയ്ത് വരുന്ന, അപ്പോൾ ഒരു റോള് കട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് വരുന്ന കുർത്തികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാർജിൻ 2 ഇഞ്ചൊന്നും ഉണ്ടാവത്തില്ല, എന്നാലും അതിൽ മാർജിൻ കാണും. ഇതെല്ലാം ഇവിടെ നിന്ന് ചെയ്തെടുക്കുന്ന കുർത്തികളുടെ കാര്യമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അത് എങ്ങനെ മനസ്സിലാക്കുമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഷോപ്പിൽ ചെയ്തെടുത്തേക്കുന്ന കുർത്തികൾ എന്ന് പറഞ്ഞ് ചെയ്യുന്ന വീഡിയോയിൽ കാണിക്കുന്നത് ഒക്കെ നമ്മുടെ ഇവിടുത്തെ ഓൺ പ്രൊഡക്ഷൻ ആയിരിക്കും. ഔട്ട്സോഴ്സ് ചെയ്ത് തന്നേക്കുന്ന കുർത്തികൾ ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല. നമുക്ക് ഇന്നത്തെ കുർത്തി കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് മൾബറിയുടെ ഓൺ പ്രൊഡക്ഷൻ കുർത്തിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആ ഇൻട്രോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നും അറിയാനില്ല അതിലെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഷോപ്പിൽ ചെയ്തെടുത്തേക്കുന്ന കുറച്ച് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോയിലെ പ്രൊഡക്റ്റ് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആയിരിക്കും. ഇതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ആ മാർജിൻ കുറയാൻ ചാൻസ് ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഈ ലാസ്റ്റ് പീസൊക്കെ വരുമ്പോൾ ഉള്ള കുർത്തികളിൽ ചിലപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്കത് ഒരിക്കലും ഇടാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു കുർത്തികൾ ഇവിടുന്ന് തരത്തില്ല. പിന്നെ നമ്മൾ അത്രയും ചെക്ക് ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഒന്ന് അയക്കുന്നത്. പിന്നെ നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിലുണ്ടെങ്കിൽ നിങ്ങൾ പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ട് അത് എനിക്ക് അയച്ചു തന്നാൽ ആ സ്പോട്ടിൽ ആ മിസ്റ്റേക്ക്, നമ്മളുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കിയാൽ പ്രൊഡക്റ്റ് തിരിച്ചെടുത്തിട്ട് പുതിയ തരുമോ അല്ലെങ്കിൽ ക്യാഷ് റീഫണ്ട് തരുമോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം, നമ്മളുടെ കുർത്തികൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ വൺസ് മൾബറി ബുട്ടിക്കിലേക്ക് ഒരു പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് കിട്ടും. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ ഓർഡർ എടുത്തു പോകും. ഒത്തിരിയൊക്കെ ഓർഡേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ
നമ്മൾ മനുഷ്യരല്ലേ, അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അങ്ങനെ വരും. ഉണ്ടെന്ന് ഓർത്ത് ചിലപ്പോൾ ഓർഡർ എടുക്കും, ചിലപ്പോൾ പാക്കിങ്ങിന് ഇരിക്കുമ്പോഴായിരിക്കും മനസ്സിലാവണം അത് ഉണ്ടാവില്ല എന്ന്. അപ്പം അങ്ങനെ മനസ്സിലാവുന്ന സമയത്ത് തന്നെ നമ്മളത് വാട്സപ്പിൽ മെസ്സേജ് അയക്കും, വേറെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കും. ഇനി എല്ലാവർക്കും അത് വേണ്ട, പൈസ മതി, അപ്പം നമ്മൾ പൈസ ഇട്ട് കൊടുക്കും. അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ പേയ്മെന്റ് നടത്തി കഴിഞ്ഞിട്ട് എന്തായെന്ന് ഒട്ടും ആവലാതിപ്പെടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് കുറച്ച് സമയമൊക്കെ വേണം. നമുക്ക് ഒത്തിരി അങ്ങനെ അധികം സ്റ്റാഫൊന്നും ഉള്ള ഒരു ഷോപ്പൊന്നുമല്ല എൻ്റേത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ സോർട്ട് ഔട്ട് ചെയ്ത് പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ എഴുതാനൊരു സമയം വേണമല്ലോ. അതിനിടയ്ക്ക് കടയിൽ കസ്റ്റമേഴ്സൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഈ പ്രോസസ്സ് നടക്കൂല. അപ്പം ഒന്ന് ചിലപ്പോൾ അത് സൈഡാക്കേണ്ടി വരും. അങ്ങനെയുള്ള ഡിലേ ഒക്കെയാണ് വരത്തുള്ളൂ. എന്നാലും നിങ്ങൾ ഒരു പ്രൊഡക്റ്റിന് പേയ്മെന്റ് ഇട്ടിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് യാതൊരു റെസ്പോൺസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ ഓർഡർ എന്തായെന്നൊരു മെസ്സേജ് എനിക്ക് അയക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ വിട്ടുപോകാൻ മതി. അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും 10 ദിവസമായിട്ട് ഇവിടെ നിന്ന് യാതൊരു വിവരവും ഇല്ലാതെ ഇരിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോടായിട്ടാണ് ഈ പറയുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നതാണ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുർത്തികൾ എക്സ്പെൻസീവ് ആവുന്നതിന്റെ കാരണം ഇതൊക്കെയാണ്. ഞാൻ അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട്. ഞാൻ കഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും, കാരണം ഇതെന്റെ ഇഷ്ടമാണ്. എനിക്കിതൊരു കഷ്ടപ്പാടായിട്ട് ഇതേവരെ തോന്നിയിട്ടില്ല. ഇതിന് വേണ്ടിയിട്ടുള്ള യാത്രകളും ഞാനിപ്പോൾ ഫുൾ ടൈം എൻ്റെ ലൈഫ് ഇതിൽ തന്നെയാണ്. അപ്പം ഞാനത് എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കഷ്ടപ്പാടെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ. ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. ഇതിന്റെ ഈ കളറും കോമ്പിനേഷനും പാറ്റേൺ പറഞ്ഞു കൊടുക്കലും ഇതിന്റെ പർച്ചേസിങ്ങിന് പോവലും വീഡിയോ ചെയ്യലും എല്ലാം ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കഷ്ടപ്പാടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജോലിയായിട്ട് തിരക്കുള്ളവരാണല്ലോ. അപ്പോൾ ഞാനിത് പറയുന്നത് വേറെ ഒരു അഹങ്കാരമായിട്ടൊന്നുമല്ല. എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നവരും അതുപോലെ വാട്സപ്പിൽ നമ്മൾ തമ്മിൽ കാണാത്തവരും എനിക്ക് തന്നേക്കുന്ന ഒരു ഫീഡ്ബാക്കിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ കുർത്തി റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ എനിക്ക് വിട്ടേക്ക്. എന്നിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം എനിക്ക് വിട്ടേക്ക്. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ തിരക്കുമായിട്ട് മുന്നോട്ട് പോകാം. കാരണം ഇവിടെ പലരും എൻ്റെ വന്ന് നേരിട്ട് കണ്ട പലരും പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ എത്ര പൈസ ഞങ്ങളുടെ കൊണ്ടുപോയി പുറത്ത് കളഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾക്കൊരു സൊല്യൂഷനായി, ഞങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിപ്പെട്ടു. ഞങ്ങൾ ഇതിനു മുൻപ് ഇവിടെ വരാൻ പറ്റിയില്ലല്ലോ, ഒത്തിരി ഡിലേ ആയല്ലോ ഇവിടെ വന്ന് പെടാനായിട്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും എന്നോട് പറയുന്നത്. അപ്പം അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. ഇതൊന്നും ഫോഴ്സ്ഫുള്ളി പറയുന്നതല്ല, ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോടൊന്ന് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ ഏത് ചാനലിൽ കണ്ടാലോ അല്ലെങ്കിൽ ഏത് ഷോപ്പിൽ കണ്ടാലോ എല്ലാം പർച്ചേസ് ചെയ്യാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പം നമുക്ക് ഇന്നത്തെ കുർത്തിയിലേക്ക് പോവാം. അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് മൾബറി കുർത്തിയിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു റീസണബിൾ പ്രൈസിലുള്ള കുർത്തിയാണ്. നമുക്ക് ഡെയിലി വെയറിന് പറ്റിയ കുർത്തിയാണ്. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾക്ക് എടുക്കാതിരിക്കാം. അപ്പോൾ ഇന്നത്തെ കുർത്തി ഞാൻ ഇട്ടിരിക്കുന്ന ഈ സെയിം കുർത്തിയാണ്. ഇതിന്റെ തന്നെ സെയിം പാറ്റേൺ, ഈ പ്രിന്റും സെയിം, കളറിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുള്ള കുർത്തി നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അതിന് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു, കുറേ പേർക്ക് ഇപ്പോഴും കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് കിട്ടിയേക്കുന്ന ഈ ഫാബ്രിക്കിൽ ചെറിയ കളർ വേരിയേഷനുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് ഡെയിലി വെയറിന് പറ്റിയ നല്ലൊരു പ്യുവർ കോട്ടൺ കുർത്തിയാണിത്. ഇതിന്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ഇതിന്റെ ഫാബ്രിക് ഒരു സ്റ്റേറ്റില്, ഇതിൽ വെച്ചേക്കുന്ന ലേസ് വേറൊരു സ്റ്റേറ്റില്, അങ്ങനെ പലയിടത്തെ സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ഒരു കുർത്തിയാക്കി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനത് നമ്മൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് കുർത്തികൾ എടുക്കുമ്പോൾ നമുക്ക് ഈ ടെൻഷനൊന്നുമില്ല. നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല ഫിനിഷിങ്ങിൽ, നല്ല ഹാൻഡ് വർക്കിൽ നല്ല നല്ല കുർത്തികൾ ചെയ്ത് വെച്ചേക്കുന്നവരുണ്ട്. ഞാനത് എടുക്കാറുമുണ്ട്. അപ്പോൾ അത് വാങ്ങി വെക്കുമ്പോൾ നമുക്ക് വേറെ യാതൊരു ടെൻഷനും ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെതായ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനും കൂടി അതിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ബിസിനസ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് ഒരു സന്തോഷമുള്ളൂ. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. എൻ്റെ സന്തോഷം ഇങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും വാങ്ങി വെച്ചേക്കുന്നത് വാങ്ങി വിൽക്കുന്നതിലല്ല എൻ്റെ സന്തോഷം. അത് ഞാൻ എടുക്കുന്നുണ്ട്, അതിന് ഒരു കംപ്ലൈന്റും ഇല്ല. അതൊക്കെ നല്ല നല്ല എന്താ പറഞ്ഞ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ബിസിനസ് മാഗ്നറ്റുകൾ തന്നെ ചെയ്തു വെച്ചേക്കുന്നതാണ്. ഞാൻ അവരുടെ 7 അയലക്കത്ത് എത്താൻ യോഗ്യതയുള്ള ഒരാളൊന്നും അല്ല.
പക്ഷെ എനിക്കും എൻ്റെതായ ആഗ്രഹങ്ങളുണ്ടല്ലോ, ഞാനും അപ്പം ആ രീതിയിൽ വളരെ ചെറിയ എൻ്റെ ലിമിറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നമ്മുടെ ലിമിറ്റ്സ് മനസ്സിലാക്കണമല്ലോ. അപ്പം എൻ്റെ ലിമിറ്റ്സിൻ്റെ അകത്ത് നിന്നിട്ട് ഞാനും അതുപോലെ ചെയ്തെടുക്കുന്ന കുർത്തികളാണ് ഞാൻ അധികം സെയിൽ ചെയ്യുന്നത്. അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഉണ്ട്, നിങ്ങളെപ്പോലെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കുർത്തി നമ്മുടെ ഷോപ്പിലെ കുർത്തിയാണ്. നിങ്ങൾക്കതൊന്ന് വാങ്ങിയിട്ട് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഞാനീ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കുർത്തി എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ഈ കുർത്തി കാണാം. ഇതൊരു പ്യുവർ കോട്ടൺ കുർത്തിയാണ്. ഒരു വീനെക്ക് പാറ്റേണിൽ ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ്. സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയാണ്, പക്ഷെ നല്ല ഒരു എന്താ പറയുക, നല്ല കംഫർട്ടബിൾ ആണ് ഇത് ഇട്ടാൽ. എനിക്കിത് ഭയങ്കര ഒരു സന്തോഷമാണ് ഇത് ഇട്ട് കഴിയുമ്പോൾ. കാരണം എന്താ, നമ്മുടെ ഒരു കോൺഫിഡൻസ് അങ്ങ് കൂടും. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ഡ്രസ്സിങ്ങിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ ഒത്തിരി ഡ്രസ്സിങ്ങിന് പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലിപ്പോൾ ഒത്തിരി റേറ്റ് ഒന്നും അല്ല അതിൽ നോക്കേണ്ടത്. നമ്മുടെ ആ ഒരു എന്താ പറയുക, മനസ്സിനിണങ്ങിയ ഒരു പാറ്റേണും മനസ്സിനിണങ്ങിയ കോമ്പിനേഷൻസ്, സ്റ്റിച്ചിങ്ങിലൊരു പെർഫെക്ഷൻ, ഇതൊക്കെ വരുമ്പോഴാണ് എത്ര വില കുറഞ്ഞ തുണിയാണെങ്കിലും അത് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക. ഇപ്പം എത്ര വില കൂടിയ തുണിയാലും അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന് ആ നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫെക്ഷൻ വന്നില്ലെങ്കിൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതൊക്കെ നമ്മൾ സൈഡാക്കി വെക്കത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു കുർത്തിയാണിത്. വളരെ സുഖമാണ് ഇത് ഇടാനായിട്ട്. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ലൈനിങ് ഇട്ടാൽ ഒത്തിരി ഹെവി ആയിപ്പോവും. ഇത് അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക്കാണ്. പിന്നെ കോട്ടൺ ഫാബ്രിക് ആണല്ലോ നമ്മൾ അധികം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ അതിന് കാണാം. അതായത് ചിലപ്പോൾ കളർ ബ്ലീഡിങ് ഉണ്ടാവും. ഇതെല്ലാം എന്താ പറയണേ, കെമിക്കൽസ് ഉപയോഗിച്ചും നാച്ചുറൽ ഡൈസ് ഉപയോഗിച്ചും ഒക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഈ കളറിങ്. അപ്പോൾ അതൊക്കെ കുറച്ച് ഈ ഇതിൻ്റെ പ്രിൻറ്റിങ് പ്രോസസ്സിൽ ഇതിൽ എക്സസ് ആയിട്ട് വരുന്ന കളേഴ്സൊക്കെ ഉണ്ടാവും. അതൊക്കെ ചിലപ്പോൾ 1-2 വാഷിങ്ങിൽ അത് ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും നമ്മൾ കളർ ബ്ലീഡിങ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കോട്ടൺ ഫാബ്രിക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പ്യുവർ കോട്ടൺ ആണെങ്കിൽ അതിൽ കളർ ബ്ലീഡിങ് ഉണ്ടാവും. അത് 1-2 വാഷൊക്കെ നമ്മളൊന്ന് കെയർ കൊടുത്ത് ഈ കളർ ഗാർഡോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പു വാട്ടറൊക്കെ ഉപയോഗിച്ച് അത് വാഷ് ചെയ്യുകയാണെങ്കിൽ അതങ്ങ് നിൽക്കും. 2-3 വാഷ് ചെയ്യുമ്പോഴത്തേക്ക് അത് അതിൻ്റെ സ്റ്റേബിളായിട്ട് കളറിലേക്ക് എത്തും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് കെയർ ചെയ്യണം. പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മെഷീൻ വാഷ് ഒന്നും ചെയ്യരുത് കേട്ടോ. കോട്ടൺ ഫാബ്രിക്കുകളൊന്നും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇതിനോട് എങ്ങനെ അപ്രോച്ച് ചെയ്യണോ, ഇതിനെ എങ്ങനെ കെയർ ചെയ്യണോ, അതുപോലെ ഇരിക്കും ഇതിൻ്റെ ഒരു ലാസ്റ്റിംഗ് ഒക്കെ. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് ഒന്നുകൂടി എടുത്ത് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. ഇതിന് മുൻപത്തെ കുർത്തി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന് മുൻപ് നമ്മളൊരു ഗ്രീൻ കളർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തു വെച്ചേക്കുന്നതാണ് കേട്ടോ. ഒരു പേര് എഴുതി വെച്ചേക്കുന്നതാണിത്. അപ്പോൾ ഇതാണ് ഇതിന് മുൻപ് നമ്മൾ ചെയ്ത കുർത്തി. സെയിം കോമ്പിനേഷനാണ്, പാറ്റേൺ സെയിം ആണ്. ഈ കളറിൽ ചെറിയ വ്യത്യാസം കാണാമല്ലോ. ഈ ഗ്രീനും തമ്മിൽ കണ്ടോ, ഇതാണ് വ്യത്യാസം. ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. ആ ഒരു സെയിം ലേസ് തന്നെയാണ് നമ്മൾ ഇതിലും വെച്ചേക്കുന്നത്. ഒരു 47 ഇഞ്ചോളം ലെങ്ത്തിൽ അകത്ത് ഓൾട്രേഷൻ സ്പേസ് ഒക്കെ ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണിത്. ഇതിൻ്റെ ഇപ്പം നിങ്ങൾ ഓർഡർ തരികയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ചെറിയ സൈസ് മുതൽ ഏറ്റവും വലിയ സൈസ്, നിങ്ങളുടെ സൈസിന് എത്ര വലുതാണോ, 5XL, 6XL, 7XL, 8XL, ഇനി എത്ര വലിയ സൈസാണോ നിങ്ങളുടെ, നമുക്ക് ചെയ്തെടുക്കാം. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉറപ്പ്. ഇവിടെ ഫാബ്രിക് ഉണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ വന്ന് പെട്ടെന്ന് തന്നെ ഇതെല്ലാം സോൾഡ് ഔട്ട് ആവും, ബുക്കിംഗ് ആയി പോകും. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വരിക. അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഞാൻ ഒരു എന്താ പറയുക, കളവ് പറയുന്ന ഒരാളല്ല കേട്ടോ. നമുക്ക് എത്ര വലിയ സൈസിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും. ഒത്തിരി ഹാപ്പി കസ്റ്റമേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കുർത്തികൾ കിട്ടുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ 3XL 4XL വരെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും അവർക്കത് അതിലും വലിയ സൈസ് ഉള്ളവർക്ക് ചിലപ്പോൾ കിട്ടാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ഡിലേ ആവാതെ നിങ്ങൾ ഓർഡർ തരുവാണെങ്കിൽ നിങ്ങളുടെ ഇപ്പം എത്ര വലിയ സൈസ് ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് 750 ആണ്, അപ് ടു XXL വരെ. ഞാൻ ഇതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഈ കുർത്തി വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡിൽ ഈ ഒരു പ്രിൻ്റാണ് വന്നേക്കുന്നത്. വീനെക്ക് പാറ്റേണിൽ, കോളർ ബി ആണ് കേട്ടോ. ഇങ്ങനെ ബാക്കിലേക്കും കൂടെ ഈ ലേസ് വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഞങ്ങൾ ഇതിനെ കോളർ ബി എന്നാണ് പറയുന്നത്. ഇതുപോലെ സ്ലീവ്സ് എൻഡിലും ഈ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് പോയിട്ടുള്ളത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഒരു 47 ഇഞ്ചോളം ലെങ്ത്തുള്ള കുർത്തിയാണിത്. ഇതിൻ്റെ അകത്ത് ഓൾട്രേഷൻ സ്പേസ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് അപ് ടു XXL വരെ 750. ഇതാണ് അടുത്ത കുർത്തി. ഇതും നമ്മൾ ഇതിന് മുൻപ് ഇതിൻ്റെ ഈ സെയിം പ്രിൻറ്റും അതുപോലെ പ്രിൻറ്റിലെ കുറച്ച് വ്യത്യാസങ്ങളുള്ള കുർത്തികൾ നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഒത്തിരി എൻക്വയറി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് വീഡിയോയിലേക്ക് കാണിച്ചത്. നമ്മൾ ആദ്യം കണ്ട കുർത്തിയുടെ സെയിം പാറ്റേൺ തന്നെയാണ്.
3/4 സ്ലീവ് ആണ്. സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെ ബോർഡർ ആണ്, ഈ ഫാബ്രിക്കിൽ തന്നെയുള്ള ബോർഡർ ആണ് വെച്ചേക്കുന്നത്. നമ്മൾ ഇതിന് മുൻപ് ഈ കുർത്തി ചെയ്തതിലെ പ്രിന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന് മുൻപ് നമ്മൾ ചെയ്തപ്പോൾ ഈ ഒരു പ്രിന്റ് ആയിരുന്നു. കോമ്പിനേഷനൊക്കെ സെയിം തന്നെയായിരുന്നു. കണ്ടോ, ഈ ഒരു പ്രിന്റിലാണ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തത്. കളർ കോമ്പിനേഷൻ ആണ്, പ്രിന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. വേറൊരു പ്രിന്റും കൂടെ നമ്മൾ ചെയ്തു കേട്ടോ. അതിൻ്റെ ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. അതെല്ലാം തീർന്നു കേട്ടോ, ഇവിടെ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാൻ ഇല്ല. അപ്പോൾ ഈ സെയിം കളർ കോമ്പിനേഷനുള്ള 2-3 പ്രിന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ തന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് വീഡിയോ കറക്റ്റായിട്ട് വാച്ച് ചെയ്തവർക്ക് അറിയായിരിക്കും. 2-3 പ്രിന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് ഉള്ളത്. ഇതിന്റെ എല്ലാ സൈസും ഉണ്ട് കേട്ടോ. ഇതിന്റെ മീഡിയം മുതൽ ഇനി സ്മോൾ വേണമെങ്കിൽ സ്മോൾ ചെയ്യാം, എത്ര വലിയ സൈസാണ് നമുക്ക് ചെയ്യാം. ഫാബ്രിക് നമ്മുടെ കയ്യിലുണ്ട്. ഇതിന്റെയും പ്രൈസ് 750 ആണ്. അപ്പോൾ ഇൻട്രോ ഒത്തിരി കൂടി പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിൻ്റെ ചെയ്യാണ്, വേറെ കുർത്തികളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് 2 കുർത്തികളാണ്. സെയിം പാറ്റേണിൽ വന്നിട്ടുള്ള 2 കുർത്തികളാണ്. നല്ല ഭംഗിയുള്ള 2 കളറുമാണ്. ഗ്രീനും ഉണ്ട്, യെല്ലോയും ഉണ്ട്. 2 കളർ എടുത്താൽ നല്ല ഭംഗിയായിട്ട് ഡെയിലി വെയറിന് പറ്റിയ നല്ല കുർത്തിയാണ്. ഇത് 2 നമ്മുടെ ഷോപ്പിൽ തന്നെ ചേർത്തെടുക്കുന്ന കുർത്തിയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് മൾബറിയിലെ കുർത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ എടുക്കാവുന്ന 2 കുർത്തികളാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. വീഡിയോ കാണുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഈ കാണുന്ന ബ്രൈറ്റ്നെസ് നേരെ കാണുമ്പോൾ ഉണ്ടാവില്ല, കുറച്ചുകൂടെ ഡള്ളായിട്ടുള്ളൊരു കളറായിരിക്കും. അതുപോലെ വാഷ് കെയർ എടുത്ത് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത കളക്ഷൻസ് ആയിട്ടൊക്കെ വീണ്ടും കാണാം. ബൈ.